നിലമ്പൂരിൽ ഇടത് വലതു മുന്നണികളെ ഞെട്ടിച്ച് പി.വി. അൻവർ. വഴിക്കടവിൽ യു.ഡി.എഫിന്റെ അക്കൗണ്ടിൽ ചോർച്ച ഉണ്ടാക്കിയ അൻവർ എല്ലാ മേഖലകളിൽ നിന്നും വോട്ട് സമാഹരിച്ചു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി. നിലമ്പൂരിൽ ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചതായി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട് എന്നതിന് തെളിവാണിത്. നിലമ്പൂരിലെ വോട്ട് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു. നിലമ്പൂർ ഭാവി രാഷ്ട്രീയ കേരളത്തിന്റെ ചൂണ്ടുപലകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM-നുമെതിരായി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അതിശക്തമായിട്ടുള്ള ജനവികാരം നാട്ടിലുടനീളം പ്രതിഫലിക്കുമ്പോഴും ആ ജനവികാരത്തെ പ്രയോജനപ്പെടുത്താൻ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള UDF-ന് സാധിച്ചില്ല എന്നുള്ളത് പൊതുവികാരം UDF രാഷ്ട്രീയത്തിനും എതിരാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതുകൊണ്ട് സത്യത്തിൽ UDF നേടിയിട്ടുള്ള ഈ സാങ്കേതിക വിജയം അത് ഐക്യജനാധിപത്യ മുന്നണിയുടെയോ കോൺഗ്രസിൻ്റെയോ വിജയമല്ല, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലികവാദ തീവ്രവാദ ശക്തികളുടെ വിജയമായിട്ട് മാറുകയാണ്. സത്യത്തിൽ UDF-ന്റെ സാങ്കേതിക വിജയത്തിന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് UDF-ന്റെയോ കോൺഗ്രസിൻ്റെയോ വിജയമല്ല, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ തീവ്രവാദ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന അത്യന്തം അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുൻതൂക്കമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ BJP കാണുന്നു. നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന വോട്ടുകളാണ് ദേശീയ ജനാധിപത്യ സഖ്യം സമാഹരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 2021 അപേക്ഷിച്ച് നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. രണ്ട് മുന്നണികളും മതമൗലികവാദ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ സമാഹരിച്ച് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചപ്പോൾ അതിനിടയിൽ വികസനം സംസാരിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർധനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.